എന്നാലിനി തുള്ളിക്കടങ്കഥ. ഹലോ ഹലോ, രേവതിയാണോ? ആണ്. രേവതി, ഇന്ന് സ്കൂളിൽ പോയിരുന്നോ? സ്കൂളിൽ പോയി. ഇന്ന് സ്കൂളിൽ വെച്ച് ഏത് ചങ്ങാതിയായിട്ടാ തമ്മിത്തല്ലുണ്ടാക്കിയേ? ഇല്ലല്ലോ. ഊവല്ലോ, എനിക്കിങ്ങനെ പറഞ്ഞല്ലോ, എന്നോട് ഒരാള് പറഞ്ഞല്ലോ രേവതി ഇന്ന് സ്കൂളിൽ വെച്ചിട്ട് വലിയ വഴക്കായിരുന്നു എന്ന്. ശരിയാണോ? അല്ല 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 അല്ല. ഇതാരാ വിളിക്കുന്നത് മനസ്സിലായോ? തുള്ളിയാണോ? തുള്ളിയാണ്, തുള്ളി തന്നെയാണ്. പറയ് രേവതി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒന്നുമില്ല. ഒന്നുമില്ല. എന്റെ കത്ത് കിട്ടിയോ? കത്ത് കിട്ടിയല്ലോ, അതുകൊണ്ടല്ലേ വിളിച്ചത്. എന്ന് കാണിക്കും? കത്ത് ഉടനെ കാണിക്കും. നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ? ചോദ്യം ചോദിക്കട്ടെ? ആദ്യത്തെ ചോദ്യം, ഉരുണ്ടുരുണ്ട കറുത്തുണ്ട ഉണ്ണികളെ കരയിക്കാൻ മെടുക്കൻ. ക്ലൂ ഉണ്ടോ? ഉരുണ്ടുരുണ്ട കറുത്തുണ്ട, അത് പറയുമ്പോ തന്നെ അറിയാം എന്താണെന്ന്. ഇത്തിരി കുഞ്ഞനാണേ. ഇതിനെ കറുത്ത സ്വർണം എന്നാ പറയാ. കുരുമുളക്. കുരുമുളക്, ശരി ഉത്തരം. ആദ്യത്തെ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞു. അടുത്ത ചോദ്യം, കരയില്ല കടലിലെ കൊച്ചു തോണി, തുഴയില്ലാതോടുന്ന കൊച്ചു തോണി. ക്ലൂ ഉണ്ടോ? ക്ലൂ, ഒരു കൊച്ചു തോണി ആകൃതിയിൽ ഇങ്ങനെ നമുക്ക് രാത്രി കാലത്ത് ഒക്കെ കാണുന്ന ഒരാളാണ്. ചന്ദ്രൻ, ശരി ഉത്തരം കേട്ടോ. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. കൈക്കും പുളിക്കും മധുരയ്ക്കും മിഠായി. കൈക്കും പുളിക്കും മധുരയ്ക്കും മുട്ടായി. നെല്ലിക്ക. നെല്ലിക്ക, ശരി ഉത്തരം. എല്ലാ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞല്ലോ മിടുക്കിയായിട്ട്. മിടുക്കിയാട്ടോ, പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. രേവതി, ഒരു സമ്മാനം വരുന്നുണ്ടേ. സമ്മാനത്തിന് കാത്തിരിക്കണം. അപ്പൊ തുള്ളി ഇപ്പൊ പോവാണേ രേവതി. തുള്ളി തുള്ളി. വോട്ടിനെ പറ്റി എന്തെങ്കിലും കടങ്കഥയുണ്ടോ? അത് എനിക്ക് ഓർമ്മയില്ല. നീ എന്നെ കണ്ടെത്താൻ ശ്രമിക്കട്ടോ. ഞാൻ അന്വേഷിച്ചു നോക്കാം. വോട്ട് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ഒരു യന്ത്രം ഉപയോഗിച്ചല്ലേ? അതിന് വോട്ടിംഗ് യന്ത്രം എന്നാ പറയാ. അതിൽ മത്സരിക്കുന്നവരുടെ എല്ലാം പേര് എഴുതിയിട്ടുണ്ടാകും, ഒപ്പം ചിഹ്നവും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളയാളിന്റെ നേരെയുള്ള സ്വിച്ചിൽ അമർത്തിയാൽ വോട്ടായി അല്ലേ? അതെ. ഇതൊക്കെ ഞങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. പണ്ട് മത്സരിക്കുന്നവരുടെ പേരെഴുതിയ പേപ്പറിൽ നമുക്ക് ഇഷ്ടമുള്ളയാളിന്റെ പേരിന് നേരെ സീലടിക്കുകയാണ് ചെയ്തിരുന്നത്. ഈ പേപ്പറിന് ബാലറ്റ് പേപ്പർ എന്നാ പറഞ്ഞിരുന്നത്. അതെ, ഇപ്പൊ ചങ്ങാതിമാർ നമുക്ക് പേപ്പറിൽ കുറെ കാര്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ടാവും. എന്നാൽ നമുക്കതൊക്കെ അങ്ങ് നോക്കാല്ലേ? തുള്ളിത്തപാലിൽ തുള്ളി ചങ്ങാതിമാരോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ ആദ്യത്തെ കത്ത്. നാഡീകോശങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ന്യൂറോൺ എന്നും, ഒട്ടകപ്പക്ഷികളെ കൂടുതലായി കാണുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണ് എന്നതിന് ആഫ്രിക്കൻ ഭൂഖണ്ഡം എന്നും ഉത്തരം അയച്ചിരിക്കുന്നത് ടിൻസിയാണ്. ടിൻസി കരീപ്രയിലാണ് താമസിക്കുന്നത്. ഒരു കത്തുമുണ്ട്. ഹായ് തുള്ളി, ഐ എം സ്റ്റഡിയിങ് ഇൻ 4th സ്റ്റാൻഡേർഡ്. ഐ ലൈക്ക് തുള്ളി വെരി മച്ച്. ഇൻ ദിസ് തുള്ളി പ്രോഗ്രാം തുള്ളി കടങ്കഥ ഇസ് മൈ ഫേവറേറ്റ് പ്രോഗ്രാം. ഇങ്ങനെ പോകുന്നു കത്ത്. ഏതായാലും തുള്ളി കടങ്കഥയിലേക്ക് വിളിക്കണമെന്നൊരു റിക്വസ്റ്റുമുണ്ട്. തീർച്ചയായും വിളിക്കും കേട്ടോ. ഇനി തുള്ളിയുടെ ചിത്രം വരച്ചുകൊണ്ട് ഈ കത്ത് അയച്ചിരിക്കുന്നത് അലിയ സലീം. അലിയ, കത്ത് കിട്ടിയിട്ടുണ്ട്. തുള്ളിയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞതിൽ ഏറെ സന്തോഷം. ഐ ലവ് യു അലിയ. അലിയ തുള്ളി കടങ്കഥയിലേക്ക് വിളിക്കുവാൻ ഫോൺ നമ്പർ അയച്ചിട്ടുണ്ട്. പക്ഷേ ഫോട്ടോ അയക്കാൻ മറന്നുപോയി കേട്ടോ. ഉടനെ തന്നെ അയക്കണേ. ഇനി കൂട്ടുകാർക്ക് ഒരു ഇച്ചിരി ഐസ്ക്രീം തരട്ടെ. ദാ മുഹമ്മദ് ഗബീബാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ വേണ്ടി ഐസ്ക്രീം തന്നു വിട്ടിട്ടുള്ളത്. കണ്ടല്ലോ, എന്നാ കഴിച്ചോളൂ. ആഹാ, മുഹമ്മദ് ഷബീബ് ഒരു കത്ത് വായിച്ചിട്ടുണ്ട്. ഞാൻ തുള്ളിയുടെ ഒരു ആരാധകനാണ്. തുള്ളിക്കൊരു 1000 നന്ദി. തുള്ളി എനിക്ക് നല്ല ഇഷ്ടമാണ്. തുള്ളി, ഞാൻ ഈ പ്രോഗ്രാം മുടങ്ങാതെ കാണാറുണ്ട്. എന്നെയും കടങ്കഥയിൽ ചേർക്കണം. തീർച്ചയായും ചേർക്കാം കേട്ടോ. മുഹമ്മദ് ഷബീബ് ദാ ഒരു ആനക്കുട്ടനെയും വരച്ച് അയച്ചു തന്നിട്ടുണ്ടേ. മിയ, ഇന്ന് ക്ലാസ് മോണിറ്ററിനെ തിരഞ്ഞെടുത്തില്ലേ? അതുപോലെ തിരഞ്ഞെടുപ്പ് വഴി രാജ്യം ഭരിക്കുന്ന ആളുകളെയൊക്കെ തിരഞ്ഞെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താ? ജനാധിപത്യം. ഈ ജനാധിപത്യം കൊണ്ടുള്ള ഗുണം എന്താ? കൂടുതൽ ആളുകളുടെ ഇഷ്ടം നോക്കി ഭരിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കാൻ പറ്റും. ലോകത്തിലെ 2 പ്രധാന ജനാധിപത്യ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? ഏതൊക്കെയാ?
നമ്മുടെ ഇന്ത്യയും പിന്നെ അമേരിക്കയും. ഇനി നമുക്ക് ചങ്ങാതിമാരോടുള്ള ചോദ്യം ചോദിക്കാം. ആദ്യമായി തിരഞ്ഞെടുപ്പ് നടത്തിയ രാജ്യമേത്? ചോദ്യം കേട്ടല്ലോ. ആദ്യമായി തിരഞ്ഞെടുപ്പ് നടത്തിയ രാജ്യമേത്? ഉത്തരം വേഗം അയച്ചോളൂ. അയക്കേണ്ട വിലാസം ഒരിക്കൽ കൂടി പറയട്ടെ. തുള്ളി, പോസ്റ്റ് ബോക്സ് നമ്പർ 501, തിരുവനന്തപുരം 14. തുള്ളി. എന്നാൽ നമുക്ക് 3 പേർക്കും വീട്ടിലേക്ക് പോകാം. അപ്പൊ ചങ്ങാതിമാരുടെ യാത്ര പറയണ്ടേ? ആ ചങ്ങാതിമാരെ, ടാറ്റാ ടാറ്റാ. ചങ്ങാതിമാരെ, തുള്ളിയിലെ ഈ ടൈറ്റിൽ സോങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടമല്ലേ? ഇതാ ഇവിടെ തുള്ളിയിലെ ചില ചങ്ങാതിമാർ ഈ ടൈറ്റിൽ സോങ് നിങ്ങൾക്ക് വേണ്ടി പാടുന്നു. അവർക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഈ പാട്ടിൽ പങ്കുചേരാം. പാടാൻ കഴിവുള്ള കുട്ടികൾ തുള്ളിയിലേക്ക് കത്തുകൾ അയക്കുക. ഇന്ന് നമുക്കായി പാട്ട് പാടാൻ പോകുന്നത് മൃണാളിനിയാണേ. മൃണാളിനി 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എത്ര നന്നായി പാടുന്നുണ്ടെന്ന് നോക്കാല്ലേ? ആകാശക്കൂടാരത്തിൽ മായാജാല കാജുകളുണ്ട്, മരവില്ലൻ മേഘത്തേരുണ്ട്. ആകാശക്കൂടാരത്തിൽ മായാജാല കാജുകളുണ്ട്, മരവില്ലൻ മേഘത്തേരുണ്ട്. ചെറുകാറ്റൻ തന്നെ പായാൻ മേഘക്കൂട്ടിന് മുത്തരസിക്കാൻ ചെറുകാറ്റൻ തോടരി ഇവിടുണ്ട്.